യഖൂലു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, ഇഗ്തനിം ഖംസൻ ഖബ്ല ഖംസ്, 5 കാര്യങ്ങൾക്ക് മുമ്പ് 5 കാര്യങ്ങൾ ചെയ്തു തീർക്കുക. ശബാബക ഖബ്ല ഹറമിക, നിന്റെ യൗവനം, നിന്റെ യുവത്വകാലം, ആ യുവത്വകാലം നല്ല നിലക്ക് അള്ളാഹുവിൻ്റെ ഇബാദത്തിലായി, ആരാധനയിലായി നീ കഴിച്ചുകൂട്ടുക. എങ്കിൽ നിനക്ക് വാർദ്ധക്യ സഹജമായ ദുർബലത അനുഭവപ്പെടുമ്പോൾ, നീ വയോവൃദ്ധനാകുമ്പോൾ നിന്റെ കഴിഞ്ഞ കാലം ചിന്തിച്ച് നിനക്ക് അഭിമാനിക്കാൻ കഴിയും, ഖേദിക്കേണ്ടി വരില്ല. വസിഹതക ഖബ്ല സഖമിക, നിന്റെ ആരോഗ്യം, നിനക്ക് ആരോഗ്യമുള്ള സമയത്ത് നീ നല്ല കാര്യങ്ങൾ ചെയ്യുക. നിനക്ക് ആരോഗ്യമുള്ള സമയത്ത് ധാരാളം നിസ്കരിക്കുക, ധാരാളം നോമ്പ് നോക്കുക, കഴിയുമെങ്കിൽ ഹജ്ജ് ചെയ്യുക, പാവങ്ങളെ സഹായിക്കുക. ഇതൊക്കെ ചെയ്യുകയാണെങ്കിൽ നിനക്ക് രോഗം വന്നു കഴിഞ്ഞാൽ നിനക്ക് അഭിമാനിക്കാം, നിന്റെ ആരോഗ്യ സമയത്ത് നീ നല്ല കാര്യങ്ങൾ ചെയ്തു എന്ന് വിചാരിച്ച്. അതേസമയം നിന്റെ ആരോഗ്യം നീ വേണ്ടാത്തതിന് വേണ്ടി ചെലവഴിച്ചാൽ, നിനക്ക് രോഗം വന്നു കഴിഞ്ഞാൽ, പടച്ചവനെ എനിക്ക് ആരോഗ്യമുണ്ടായിരുന്നുവെങ്കിൽ ഞാൻ ധാരാളം നല്ല കാര്യങ്ങൾ ചെയ്യുമായിരുന്നു എന്ന് ഖേദിച്ചിട്ട് കാര്യമില്ല. വഗിനാഅക ഖബ്ല ഫഖരിക, സമ്പത്തുള്ള സമയത്ത് നീ നല്ല കാര്യങ്ങൾക്ക് ചെലവഴിക്കുക. നിന്റെ കുടുംബത്തിന്, പാവങ്ങൾക്ക്, ഫക്കീറിന്, യതീം കുട്ടികൾക്ക്, വിധവകൾക്ക്, അതുപോലെ സമൂഹത്തിൽ അവശരായി കിടക്കുന്ന പലരുമുണ്ട്, അവർക്കൊക്കെ നിന്റെ സമ്പത്ത് നീ ചെലവഴിക്കുക. കാരണം നിന്റെ ബിസിനസ്സും നിന്റെ ജോലിയും നിനക്ക് ധാരാളം സമ്പത്ത് നൽകുമ്പോൾ നീ അത് ചെലവഴിച്ചില്ലെങ്കിൽ, ഒരുപക്ഷെ നിന്റെ ബിസിനസ്സോ നിന്റെ ജോലിയോ നിനക്ക് നഷ്ടം സംഭവിച്ചാൽ, നീ ഒരു ദരിദ്രനായി കഴിഞ്ഞാൽ, പിന്നെ എനിക്കൊരുപാട് സമ്പത്തുണ്ടായിരുന്നുവെങ്കിൽ ഞാൻ സ്വതക്ക ചെയ്യുമായിരുന്നു എന്ന് ഖേദിച്ചിട്ട് കാര്യമില്ല. സമ്പത്തുള്ള സമയത്ത് നീ അത് ചെലവഴിക്കുക. വഫറാഗക ഖബ്ല ശുഗ്ലിക, നിന്റെ ഒഴിവ് സമയം നീ നല്ലതിന് വേണ്ടി ചെലവഴിക്കുക. കാരണം നിനക്ക് തിരക്കനുഭവപ്പെടുന്ന പല സംഭവം ഉണ്ടായേക്കാം, പല സമയങ്ങളും ഉണ്ടായേക്കാം. ആ തിരക്ക് ഉണ്ടാകുന്നതിന് മുമ്പായി നിന്റെ ഒഴിവ് സമയം നീ നല്ലതിന് വേണ്ടി ചെലവഴിക്കുക. വഹയാതക ഖബ്ല മൗതിക, മരണത്തിന് മുമ്പായി, മരിക്കുന്നതിന് മുമ്പായി നിന്റെ ജീവിതം അത് നീ നല്ല കാര്യങ്ങൾ ചെയ്ത്, ഇബാദത്ത് ചെയ്ത് ധന്യമാക്കുക. എങ്കിൽ മരണപ്പെട്ടതിന് ശേഷം എനിക്കൊരു ജീവിതം കൂടി ഉണ്ടായിരുന്നേനെ എന്ന് ദുഃഖിക്കേണ്ടി വരില്ല. നിന്റെ ജീവിതം ഓർത്ത്, നല്ല ജീവിതം ഓർത്ത്, ജീവിതത്തിൽ നീ ചെയ്ത നിസ്കാരവും നിന്റെ നോമ്പും സദഖയും ഓർത്ത് നിനക്ക് നല്ലോണം അഭിമാനിക്കാൻ കഴിയും. ഇതാണ് ഹബീബായ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ 5 കാര്യങ്ങൾ.